36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന തൃശൂർ പൂരത്തിന് തുടക്കമായി ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എഴുന്നള്ളപ്പ് അല്പസമയത്തിനകം കിഴക്കേ ഗോപുര നടയിൽ പ്രവേശിക്കും. ശരത്തോങ്ങല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്തോങ്ങല്ലൂർ, ഇന്നത്തെ ചടങ്ങുകൾ, ഇപ്പോഴത്തെ അവിടുത്തെ സാഹചര്യം, പൂരത്തിൻ്റെ ഒരു തുടക്കം, മറ്റ് വിശേഷങ്ങളൊക്കെ. അജിംഷാദ്, ഇത്തവണത്തെ പൂരത്തിൻ്റെ വലിയ പ്രത്യേകതകളൊന്നായിട്ടുള്ള തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവ് ഭഗവതി കർത്തിയാനി ഭഗവതി ക്ഷേത്രത്തിലെ തിടമ്പുമായിട്ടാണ് ഇത്തവണ വരുന്നത്. ഇദ്ദേഹം വരുന്നതിൻ്റെ ഈ രണ്ട് ആനകളും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടൊപ്പം വരുന്ന കിഴക്കേ ഗോപുര നട കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് ഇവിടെ എല്ലാവരും. നമുക്കറിയാം, രാവിലെ 7 മണിക്കാണ് ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് ചടങ്ങുകൾ ആരംഭിച്ചത്. ചെമ്പൂക്കാവ് ക്ഷേത്രത്തിനകത്ത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിച്ച് ഈ തിടമ്പേൽപ്പിക്കുന്ന ചടങ്ങിന് തന്നെ വലിയ ആൾക്കൂട്ടമാണ് ക്ഷേത്രത്തിന് മുൻവശം ഉണ്ടായിരുന്നത്. അതിനുശേഷം 7:40 കൂടിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തെത്തുകയും മറ്റ് 2 ആനകളുടെ അകമ്പടിയോടുകൂടി പറയെടുക്കൽ ചടങ്ങ് നടന്നിരുന്നു. അപ്പോഴും വലിയ ആരവമാണ് ഇരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ ആനപ്രേമികൾക്ക് വളരെ താല്പര്യമുള്ള, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട, അവർ വളരെ സ്നേഹത്തോടെ രാമൻ എന്ന് വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ ചെമ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിനോടൊപ്പമാണ്. സ്വാഭാവികമായിട്ടും എല്ലാ ആനപ്രേമികളുടെയും ശ്രദ്ധ രാവിലെ തന്നെ പൂരനഗരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാ കിഴക്കേ ഗോപുര നടയിലൂടെ പ്രവേശിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കിഴക്കേ ഗോപുര നടയ്ക്ക് സമീപത്തെത്തിക്കഴിഞ്ഞു. ഇനി കിഴക്കേ ഗോപുര നട വഴി ഇത്തവണ അകത്ത് കയറുകയും ഉള്ളിൽ പ്രവേശിക്കും. 10:30 മേളം അവസാനിച്ച് തെക്കേ ഗോപുരം വഴി പുറത്തിറങ്ങും. അതുവരെ രാമനും എഴുന്നള്ളിപ്പിനൊപ്പം ഉണ്ടാകും എന്നൊരു പ്രത്യേകത ആനപ്രേമികൾക്കൊപ്പമുണ്ട്. വലിയ ആകാംക്ഷ, അല്ലെങ്കിൽ വലിയ ആവേശം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം സാധാരണ കാണുന്ന ആനപ്രേമികളെ പോലെയല്ല തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് വിദൂര ദേശങ്ങളിൽ നിന്ന് പോലും വന്നവർ, ഇന്നലെ തൊട്ട് ഇവിടെ വന്ന് തമ്പടിക്കുന്നവർ, എല്ലാവർക്കും ഒരൊറ്റ കാര്യം മാത്രമാണ് അറിയേണ്ടത്. ഈ രാമൻ തിടമ്പേറ്റി വരുന്ന ദൃശ്യങ്ങൾ പകർത്തുക, രാമൻ തിടമ്പേറ്റി വരുന്ന ആ ദൃശ്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കുക, അതിലൂടെ അടുത്ത പൂരക്കാലം വരെയുള്ള രാമൻ്റെ ഓർമ്മകൾ കൊണ്ടു നടക്കുക. ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. പല ആശങ്കകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പൂരക്കാലത്തും ഉണ്ടാവാറുണ്ടായിരുന്നു, ഇത്തവണയും ഉണ്ടായിരുന്നു. ഇത്തരം ആശങ്കകൾ ആദ്യഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ വാർത്തകൾക്കെല്ലാം ക്ഷണിക നേരത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ തവണ നെയ്തലക്കാവിനൊപ്പമായിരുന്നെങ്കിൽ ഇത്തവണ ചെമ്പൂക്കാവിനൊപ്പമാണ് രാമൻ അണിനിരക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ആനപ്രേമിയെ സംബന്ധിച്ച്, ഒരു പൂരപ്രേമിയെ സംബന്ധിച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിലൊന്നായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇല്ലാത്ത ഒരു പൂരത്തെക്കുറിച്ച് അവർക്ക് ആലോചിക്കാൻ വലിയ പ്രയാസം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിനില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. ഇത്തവണയും സമാനമായ രീതിയിൽ പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ചെമ്പൂക്കാവ് കാർത്തിയാനി ക്ഷേത്രത്തിലെ കാർത്തിയാനി ദേവിയുടെ തിടമ്പേൽക്കാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയത്. എന്തായാലും വലിയ ആവേശം നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം പ്രകടമാണ്. വലിയ ആൾക്കൂട്ടം. സാധാരണഗതിയിൽ ഈ ചെമ്പൂക്കാവ് ക്ഷേത്രത്തിൽ നിന്നുണ്ടാകുന്ന ഈ കിഴക്കേ ഗോപുരനട വഴി പ്രവേശിക്കുമ്പോൾ സാധാരണ കാണുന്ന ഒരു ആൾക്കൂട്ടമല്ല ഇത്തവണയുള്ളത്. ഈ ആൾക്കൂട്ടത്തിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ. അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആരാധകരാണ്, അല്ലെങ്കിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടി വന്നിട്ടുള്ള വലിയ ആൾക്കൂട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ പൂരം അതിഗംഭീരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ കണിമംഗലം ശാസ്താവ് വന്നതിൻ്റെ ദൃശ്യങ്ങളും വാർത്തകളും നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളായി കയറുന്നു. 11:30 കൂടി മടത്തിൽ വരവുണ്ട്. അതിനുശേഷം പ്രസിദ്ധമായ പറമേക്കാവിൻ്റെ ഇറക്കമുണ്ട്. അതിനുശേഷം ഇലഞ്ഞിത്തറ മേളമുണ്ട്. ഇത്തരത്തിൽ തൃശ്ശൂർ പൂരങ്ങൾ ഓരോന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ ഓരോ ചടങ്ങുകളായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ട് 5:30 കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട, നമുക്കെല്ലാവർക്കും അറിയാം, ഈ പൂരപ്രേമികളെ സംബന്ധിച്ച് ആനപ്രേമം കഴിഞ്ഞാൽ മറ്റൊരു പ്രത്യേകത താളമാണ്. അത് കഴിഞ്ഞാൽ കുടമാറ്റത്തിൻ്റെ തിരക്കാണ്. വൈകിട്ട് 5:30 കൂടിയിട്ടാണ് കുടമാറ്റം നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കിഴക്കേ ഗോപുര നട വഴി കയറുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട്. വലിയ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ വലിയ ആൾക്കൂട്ടം. ഇത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് മാത്രം അവകാശപ്പെടാൻ സാധിക്കുന്ന, ആ ഒരു ആനയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വലിയ ആൾക്കൂട്ടം, ജനപിന്തുണ നമുക്ക് കാണാം. ഗോപുര നടവഴി കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരു ആനയ്ക്ക് മുമ്പിൽ നിന്ന് സെൽഫി എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വലിയ തിരക്കാണ്. വലിയ നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ വേണ്ടിവരുന്നു. കാരണം അത്രയധികം ആരാധകരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയിട്ടും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയും കാത്തുകെട്ടി നിൽക്കുന്നത്.
എന്തായാലും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ കൂടെ 2 ആനകളുണ്ട്. പറമേക്കാവിൻ്റെ കാശിനാഥനുണ്ട്, ലിബർട്ടിയുടെ ഉണ്ണിക്കുട്ടനുണ്ട്. ഈ 2 ആനകളുടെ അകമ്പടിയോട് കൂടിയാണ് മധ്യഭാഗത്താണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ നിൽക്കുന്നത്. തലപ്പൊക്കി നിൽക്കുന്നുള്ള മസ്തകം ഉയർത്തി തിടമ്പേറ്റി നിൽക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ദൃശ്യങ്ങൾ ഏതൊരു ആനപ്രേമിയെ സംബന്ധിച്ചും അതൊരു അസുലഭമായ ദൃശ്യങ്ങളാണ്. അത് ഓരോ തവണ കാണുന്നതിനും അവർ വീണ്ടും വീണ്ടും എത്തുന്നു. കണ്ടവർ വീണ്ടും എത്തുന്നു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നു സുരക്ഷ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാലും അവർ ഓരോരുത്തരും വീണ്ടും വീണ്ടും എത്തുന്നത് ഓരോ തവണയും ഈ ദൃശ്യങ്ങൾ അവരുടെ മനസ്സിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരെ സംബന്ധിച്ച് ഈ ദൃശ്യം നൽകുന്ന ഒരു ആനന്ദം അവർക്ക് മറ്റൊന്നിൽ നിന്നും ലഭിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഈ ദൃശ്യമാണ് ലഹരി, മറ്റേ രാമനാണ് ലഹരി. സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു അതുമായി സ്വാഭാവികമായിട്ടും ഈ ആനയാണ് ലഹരി. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇത്രയധികം പ്രശ്നം തിരക്കെടുത്തിട്ടും വന്ന് നിൽക്കുന്നത്. രാവിലെ തൊട്ട് തന്നെ കാത്തു നിൽക്കുന്ന ആളുകൾക്കിടയിലൂടെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് കോട്ടയിൽ ചിദംബരമായിട്ട് കിഴക്കേ ഗോപുര നടവഴി വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരിക്കുന്നത്. ഇതാ വരുന്നു ലക്ഷം ആളുകൾക്ക്. ഈ ആവേശം കൊണ്ട് പോലീസ് വളരെ പാടുപെട്ടാണ് ആളുകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കിഴക്കേ ഗോപുര നട വഴി ഇതാ അങ്ങോട്ട് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി തെക്കേ ഗോപുര നട വഴിയാണ് പുറത്തേക്ക് ഇറങ്ങുക. 10:30യോടുകൂടി മേളങ്ങളുടെ അവമ്പടിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. വളരെ കൃത്യമായി തന്നെ സമയം പാലിക്കുന്നുണ്ട്. 9 മണിക്കാണ് പറഞ്ഞിരുന്നത്. 9 മണിക്ക് തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തിയിരുന്നു നിന്ന് പുറപ്പെട്ടിരുന്നത്. 9 മണിക്ക് അതിനുശേഷമായിരിക്കും ഈ പറമേക്കാവിന്റെ ആന കയറുന്നുള്ളത്. എന്തായാലും വലിയൊരു രാവിലെ തൊട്ട് തന്നെ വലിയ ആരാധകരാണ് ഈ പറയുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനോടുള്ള ആരാധനയുള്ള ആളുകൾ. രാവിലെ തൊട്ട് തന്നെ ചെമ്പുക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ എത്തിയിരുന്നു. ഈ രീതിയിൽ ചടങ്ങുകൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് തന്നെ വലിയ ഒരു പുരുഷാരം ഉണ്ടായിരുന്നു. ആ പുരുഷാരത്തിന് മുന്നിൽ ഒരു വാദ്യം പൊത്തിയിരുന്നു. ആ സമയത്തെല്ലാം വലിയ തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചെമ്പുക്കാവ് ക്ഷേത്രത്തിന്റെ 3 ആനകളിലേക്ക് പ്രവേശിച്ചിരിക്കുക. ക്ഷേത്രത്തിലത്തെ പൂജ വാദ്യം ഗോപുരമട വഴിയാണ് പുറത്തേക്ക് അജീഷാദ്. വടക്കുന്നാഥ സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു.